ഇന്ന് നമ്മളൊരു യാത്രയാണ്. യാത്രയെന്ന് വെച്ചാൽ ഒത്തിരി ദൂരമൊന്നും അല്ല കേട്ടോ, നമ്മുടെ അടുത്ത് തന്നെ. രാവിലെ പള്ളിയിലെല്ലാം പോയി കൊച്ചിനെ സൺഡേ സ്കൂളിൽ നിന്നും പിക്ക് ചെയ്തപ്പോൾ ജസ്റ്റ് ചോദിച്ചു എന്നെ ചെയ്യുന്നത് വീട്ടിൽ പോകണമെന്ന്. ഞങ്ങൾ പറഞ്ഞ് വീട്ടിൽ പോവുകയേ വേണ്ടെന്ന്. അപ്പോൾ വിചാരിച്ചു എന്നാൽ ഡെൽമ മോൾ വരെ ഒന്ന് പോയാലോ, ഒത്തിരി ആയി പോയിട്ട്. അങ്ങനെ നേരെ ഡെൽമ മോളിന് പോകുന്നു. ഇനി ഡെൽമ മോൾ എവിടെയാണെന്ന് അറിയാൻ മേലാത്തവർക്ക് മുസഫ എന്ന് പറയുന്നൊരു സ്ഥലത്തുള്ളൊരു ഷോപ്പിംഗ് മോളാണ് ഡെൽമ മോൾ കേട്ടോ. അബുദാബിയിലല്ല, അബുദാബിയിൽ നിന്ന് എനിക്ക് തോന്നുന്നു 30-35 കിലോമീറ്റർ ഉണ്ടാവണം. നമ്മൾ ഇടയ്ക്കൊക്കെ പോവേ. അങ്ങനെ നേരെ നമ്മുടെ വണ്ടി ഡെൽമ മോളിൽ പോകുന്ന വഴിക്കാണ് ശ്രദ്ധിച്ച്. ഡെൽമ മോളിന് എക്സ്റ്റൻഷൻ ആണോ പുതിയതാണോ പണിയുന്നതെന്ന് അറിയത്തില്ല. എന്ത് പെട്ടെന്ന് അവിടെ ഒരു ബിൽഡിങ് വന്നേ അല്ലേ. ഇവിടുത്തെ ഒരു കാര്യം, നമ്മൾ കണ്ണടച്ച് ഉറക്കുന്നതിന് മുമ്പ് ഓരോ ബിൽഡിങ് വരുന്നത്. അങ്ങനെ നമ്മൾ ഡെൽമ മോളിൽ കയറിയേ. നമ്മൾ ഡെൽമയിൽ കയറിയിട്ടുണ്ട്. ജെഡു ആദ്യം പോകുന്നൊരു ഷോപ്പാണ് ഇത്, ബോർഡേഴ്സ്. എന്നോട് പലരും ചിലപ്പോൾ വീഡിയോസൊക്കെ കാണുമ്പോൾ ചോദിക്കും കൊച്ചിന് നിങ്ങൾ എവിടെ നിന്നാണ് ബുക്സ് വാങ്ങിക്കുന്നത്, അല്ല നിങ്ങൾ എവിടെ നിന്നാണ് ബുക്സ് വാങ്ങിക്കുന്നതെന്ന്. നമ്മൾ ഈ ഒരു ഷോപ്പിൽ നിന്നാണ് ബുക്സ് വാങ്ങിക്കുന്നത് കേട്ടോ. നിങ്ങളുടെ പിള്ളേർക്ക് അല്ലെ നിങ്ങൾക്കൊക്കെ ഒത്തിരി ബുക്സൊക്കെ വായിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ, നോക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു ഷോപ്പാണ് ബോർഡേഴ്സ്. അത് ഡെൽമയെ മാത്രമൊന്നുമല്ല, അബുദാബി മിക്ക ഷോപ്പിംഗ് മോളിലും, അബുദാബി മോളിലും ഒത്തിരി പല ഷോപ്പിംഗ് മോളിലും ഉണ്ട് ബോർഡേഴ്സ്. അൽവാദ മോളിലില്ല കേട്ടോ, നോട്ട് ദ പോയിന്റ്. പണ്ടുണ്ടായിരുന്നോ? ഇല്ല. പക്ഷേ അൽവാദ മോളിൽ വേറൊരു ബുക്ക് ഷോപ്പ് ഉണ്ട് കേട്ടോ. അങ്ങനെ അവിടെ ബുക്ക് മാത്രമൊന്നും അല്ലാത്ത സ്റ്റേഷനറി ഐറ്റംസ് ഒക്കെ ഉണ്ട്. പിള്ളേരുടെ സ്കൂൾ ബാഗുകൾ, സ്കൂൾ ആക്സസറീസ് എന്ന് വേണ്ട, ഇല്ലാത്ത സാധനം വല്ലതും ഉണ്ടോ എന്ന് എനിക്ക് തന്നെ അറിയാൻ പറ്റില്ല. എനിക്കും സത്യം പറഞ്ഞാൽ കൊച്ചിനേക്കാളും ഇഷ്ടമായി ഇവിടെ ഈ ബോർഡേഴ്സിൽ കയറാനായിട്ട്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഈ ടിഫിൻ ബോക്സും ടിഫിൻ ബാഗും വാട്ടർ ബോട്ടിൽസും ഒക്കെ ഉണ്ടെന്നേ. സത്യം പറഞ്ഞാൽ നമുക്ക് തന്നെ കൊതി വരും. നമ്മൾ ആ പ്രായമൊക്കെ കഴിഞ്ഞു പോയെങ്കിലേ ഏതെടുക്കണ്ടേ എന്നൊരു കൺഫ്യൂഷനാണ്. പിന്നെ ജേഡുവിൻ്റെ ഒരു കാര്യം എന്നാന്ന് വെച്ചാൽ, സാധാരണ പിള്ളേരെ പോലെ എനിക്കൊന്ന് പെൺപിള്ളേർക്കെ ഉണ്ടാവുള്ളൂ ചിലപ്പോൾ അങ്ങനത്തെ പിടിവാശികളൊക്കെ അല്ലേ. ഈ ആൺപിള്ളേർക്ക് പൊതുവേ ഇന്നത് വേണം അത് വേണം എന്നൊന്നുമില്ല. അപ്പോൾ ജേഡുവിന് നമ്മളൊരു വാട്ടർ ബോട്ടിൽ എടുത്തേ. അങ്ങനെ യെല്ലോ കണ്ടപ്പം എൻ്റെ കൂട്ടത്തിലുള്ള ഡർട്ടി ഫെല്ലോയ്ക്ക് യെല്ലോയുടെ ഒരു താല്പര്യം. അതുപോലെ ഞാൻ കുറേ കേട്ടൊരു ചോദ്യമാണ്, ഈ സ്റ്റാൻലിയുടെ വാട്ടർ ബോട്ടിൽ എവിടെയാണ് കിട്ടുന്നതെന്ന്. അതും ഈ ബോർഡേഴ്സിൽ കയറിയ സ്റ്റാൻലിയുടെ വാട്ടർ ബോട്ടിൽസിൻ്റെ അതിവിശാലമായ കളക്ഷൻ കാണാം കേട്ടോ. എന്തോരം വാട്ടർ ബോട്ടിൽസും സാധനങ്ങളൊക്കെ ഇരിക്കുന്നതെന്ന് നോക്കി. എനിക്ക് സത്യം പറഞ്ഞ് ഈ പെന്നൊക്കെ കണ്ടിട്ട് എടുക്കാൻ തോന്നി. ഈ സ്കൂൾ ബാഗൊക്കെ തോളയിട്ട് ഒന്നുകൂടെ സ്കൂളിൽ പോയാലോ എന്ന് വരെ ഞാൻ ആലോചിച്ചു. പിന്നെ പഠിക്കുന്ന കാര്യം ഓർത്തപ്പം ഞാനതങ്ങ് ഉപേക്ഷിച്ചു. അങ്ങനെ ഞങ്ങൾ അതിനകത്തൂടെ എല്ലാം തേരാപ്പാര നടന്നേ. ശരിക്കും പറഞ്ഞാൽ അധികം സാധനമൊന്നും വാങ്ങിക്കാനില്ല. കൊച്ചിനൊരു വാട്ടർ ബോട്ടിൽ വാങ്ങിച്ചാൽ മതിയായിരുന്നു. ജേഡുവാണെങ്കിൽ ആഴ്ചയിൽ ഒരു വാട്ടർ ബോട്ടിലാണെന്നേ. ഞാൻ സത്യം പറഞ്ഞാൽ മടുത്തു. നമ്മുടെ കുടുംബം വിൽക്കേണ്ടി വരും അവന് വാട്ടർ ബോട്ടിൽസ് കൊടുത്ത്. എന്തോരമാണെന്നറിയോ സ്കൂളിൽ കൊണ്ടാ കളഞ്ഞിട്ട് വരുന്നത്. ഒന്നെങ്കിൽ സ്കൂളിൽ കളയും, അല്ലെ സ്കൂൾ ബസ്സിൽ കളയും, അതല്ലേ വേറെ വല്ലയിടത്തും കളയുമെന്ന് എനിക്കറിയാൻ മേല. അവസാനം ഞാനുണ്ടല്ലോ അലൈൻ്റെ വാട്ടർ ബോട്ടിലില്ലേ അതിനകത്താക്കി വെള്ളം കൊടുത്ത് വിടുന്നത്. പിന്നെ എനിക്ക് തന്നെ സങ്കടം തോന്നി, പാവം കൊച്ചല്ലേ എന്ന്. ഞാൻ പറഞ്ഞത് എൻ്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വാട്ടർ ബോട്ടിലാണ്. ഇനി വാട്ടർ ബോട്ടിലെങ്ങാനും കളഞ്ഞിട്ട് വന്നാൽ ചെറുക്കാൻ ഞാൻ സിപ്ലോ കവറിനകത്ത് വെള്ളം തന്നു വിടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും നമ്മൾ ഇന്ന് ചെന്നപ്പോൾ ബോർഡേഴ്സിൽ ഒത്തിരി ഓഫേഴ്സ് ഉണ്ടായിരുന്നേ. 2 ബുക്സ് എടുക്കുവാണെങ്കിൽ 1 ബുക്സ് ഫ്രീ, പിന്നെ മിക്ക ബുക്സിനും 30% ഡിസ്കൗണ്ടും ഒക്കെ ആയിട്ട്. അപ്പോൾ പിന്നെ ജേഡു 1-2 ബുക്സൊക്കെ നോക്കി. ശരിക്കും ജേഡുക്കുട്ടൻ്റെ ഫേവറേറ്റ് ബുക്സ് എന്ന് പറയുന്നത് ഇപ്പോൾ വിംബി കിഡ്സും ഡോഗ്മാനുമാണേ. അത് രണ്ടും അതിൻ്റെ എല്ലാ ബുക്സും അവൻ വായിച്ച് തീർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി പുതിയത് വരണം അവന് വാങ്ങിക്കാനായിട്ട്. പിന്നെ അവന് ഇഷ്ടമുള്ളതൊക്കെ വേറെ ഏതാണ്ടൊക്കെ നോക്കി. ഏതാണ്ട് ബാഡ് ബോയ്സിൻ്റെ കുറേയൊക്കെ ഇഷ്ടമാണ്, വേറെ ഏതാണ്ടൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാം ഒന്നും എനിക്കറിയത്തില്ല. അതൊക്കെ നമ്മുടെ ജസ്റ്റിയോട് കറക്റ്റ് ചോദിച്ചാൽ പുള്ളി പറഞ്ഞു തരും കൊച്ചിന് ഏത് ബുക്സാണ് ഏറ്റവും ഇഷ്ടം, ഇനി കൊച്ച് നോക്കുന്ന ഏത് ബുക്സാണെന്നൊക്കെ. കാരണം കൊച്ചിങ്ങനെ കാട്ടിലെടുത്തിടുവേ ഇന്ന ബുക്സ് ഓൺലൈനിൽ അവൈലബിൾ ആകുമ്പോഴേ ജസ്റ്റിയുടെ ഫോണിൽ നിന്നേ. അല്ലെങ്കിലും ബുക്സ് മാത്രമല്ല കേട്ടോ, കൊച്ചിൻ്റെ ടോയ്സ്, കൊച്ചിൻ്റെ സാധനങ്ങൾ, അതൊക്കെ പ്രത്യേകിച്ച് കാർട്ടൂൺ ക്യാരക്ടേഴ്സ്, അതൊക്കെ നമ്മുടെ ജസ്റ്റിമോനോട് ചോദിച്ചാൽ ജസ്റ്റിക്ക് വളരെ കറക്റ്റായിട്ട് പറഞ്ഞു. പക്ഷെ അല്ലാത്ത വല്ല കാര്യം ചോദിച്ചാൽ, കഴിഞ്ഞ ദിവസം എന്നോട് ചോദിച്ചു VS അച്യുതാനന്ദൻ മരിച്ചു പോയോ എന്ന്. ഞാനിതിൻ്റെ ബാക്കി എന്നതാ പറയുന്നത്. അപ്പം നിങ്ങൾ ഓർക്കും തള്ളൊന്നും അല്ലെന്നേ. ശരിക്കും കഴിഞ്ഞ ദിവസം ഇലക്ഷൻ്റെ ന്യൂസൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ എന്നോട് ചോദിച്ചതാണ് VS അച്യുതാനന്ദൻ മരിച്ചു പോയോ അതോ ജീവിച്ചിരിപ്പുണ്ടോ. അങ്ങനത്തെ പാർട്ടിയാണ് ജസ്റ്റി. കാരണം ന്യൂസ് കാണുന്നൊരു പരിപാടിയില്ല കേട്ടോ, അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ കൊച്ചു തമാശയ്ക്ക് പറയും, നമ്മുടെ വീട്ടിൽ മൂവി കാണുന്നത് അപ്പയും ന്യൂസ് കാണുന്നത് അമ്മയാണ്. സാധാരണ എല്ലാ വീട്ടിലും തിരിച്ചല്ലേ, അപ്പന്മാർ ന്യൂസ് കാണും, അമ്മമാർ TV സീരിയൽ സിനിമാസ് അങ്ങനെയൊക്കെ കാണും. എന്താണെന്നറിയില്ല, നമ്മുടെ രണ്ടുപേരുടെയും ടേസ്റ്റ് എൻ്റർലി ഡിഫറെൻറ്റാണ്. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് ബോർഡേഴ്സിൽ നിന്ന് ബുക്സൊക്കെ വാങ്ങിച്ച് അവന് വാട്ടർ ബോട്ടിലും ഒക്കെ വാങ്ങിച്ചിട്ട് ഇറങ്ങി. ഇനി നമ്മുടെ അടുത്ത ലക്ഷ്യം ഈ ഒരു ഷോപ്പാണ്, മാർക്സ് ആൻഡ് സ്പെൻസർ. എന്താണെന്നറിയത്തില്ല. നമ്മൾ ഡെൽമ മോളിൽ പോയാൽ
ഇവിടെ കയറാതെ ഇറങ്ങുന്നൊരു പ്രസ്ഥാനമില്ല. അതിപ്പോൾ ഞങ്ങൾ കാഞ്ഞിരപ്പള്ളിക്ക് പോയ പുൽപ്പേ കയറിയില്ല ഒരു സമാധാനം ഇല്ലെന്ന് പറയുന്നത് പോലാണ് ഡെൽമ മോളിൽ കയറിയ മാർക്ക് ആൻഡ് സ്പെൻസർ കയറിയില്ല ഒരു സമാധാനം ഇല്ലെന്ന് പറയുന്നത്. അതല്ലേ കോട്ടയം പോയ ഷീമാട്ടി കയറിയില്ല, ഓ നല്ല ഷീമാട്ടിയുടെ അത്ര ഇല്ല കേട്ടോ, പുൽപ്പേ കയറുന്നതാണ് ഒരു വികാരം. ഷീമാട്ടി എന്ന് പറയുന്നത് നമുക്ക് അത്രയ്ക്ക് അങ്ങ് വികാരമൊന്നുമല്ല. അവിടെ കയറുതെ ജേഡ് പോയൊരു ട്രോളി എടുത്തേ, കാരണം ജേഡുവിനറിയാം ട്രോളിക്കകത്ത് വാങ്ങിക്കാനുള്ള സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കാനുണ്ടെന്ന്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് എന്താ പറയുന്നത് കുറേ ജ്യൂസും സാധനങ്ങളും ഫുഡ് ഐറ്റംസും വാങ്ങിക്കുകയെ. ഞാൻ നോക്കുമ്പോഴത്തേ ജസ്റ്റ് ഡ്രസ്സൊക്കെ പിടിച്ചിരിക്കുക. ഇത് കണ്ടാൽ നിങ്ങൾക്ക് തോന്നുമല്ലേ നമ്മുടെ വീട്ടിൽ ഏതോ പെൺകൊച്ചിന് അല്ലേ പെൺകുട്ടികളുള്ള വീട്ടിൽ അപ്പന്മാരെടുക്കുന്ന പോലെ. അത് പെൺകുട്ടികൾക്കൊന്നുമല്ല, ജസ്റ്റ് എനിക്ക് വേണ്ടിയിട്ട് ഓരോ സാധനം നോക്കുന്ന കേട്ടോ. ആ ഒരു കാര്യത്തിൽ ഞാൻ പ്രൗഡാണ്. കാരണം എനിക്കുള്ള സാധനമൊക്കെ ജസ്റ്റ് എടുത്തോളും. അങ്ങനല്ല, ജസ്റ്റൊക്കെ ഇഷ്ടം ഇങ്ങനെ ഓരോന്നൊക്കെ സെലക്ട് ചെയ്ത് എടുക്കാനായിട്ട്. സാധാരണ ആണുങ്ങൾ ഇച്ചിരി പിടിപിടിക്കുന്ന ഒരു സ്ഥലമല്ലേ ഈ ഡ്രസ്സ് എടുക്കുന്നിടത്തൊക്കെ പെണ്ണുങ്ങളെ. പക്ഷെ നമ്മുടെ വീട്ടിൽ അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല കേട്ടോ. കാരണം ചില ഡ്രസ്സൊക്കെ കാണുമ്പോൾ തന്നെ ജസ്റ്റിനോട് പറയും അത് എടുത്ത് വെച്ചേരുമെന്ന്. അങ്ങനെ ജസ്റ്റ് എടുത്ത ഒരു സാധനം ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു നൈറ്റ് വെയർ ഒരു സാധനമാണ്. എനിക്കിഷ്ടപ്പെട്ടു. നല്ല പ്യുവർ കോട്ടൻ്റെ അല്ലെ ലിനൻ മിക്സ് വരുന്നൊരു കോട്ടൻ്റെ ഒരു നൈറ്റ് വെയർ സെറ്റാണ്. നല്ല രസമുണ്ട്, നല്ല സുഖമുണ്ടെന്ന് വേണം പറയാനായിട്ട്. നിങ്ങൾ പറ അതെനിക്ക് ചേരുവോന്ന്. ഒരു പിങ്ക് ആൻഡ് വൈറ്റ് മിക്സ് ഷെയ്ഡ് വരുന്നതാണ്. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ അത്യാവശ്യ സാധനമൊക്കെ എടുത്തു. ഞാനൊരു ഡാർക്ക് ചോക്ലേറ്റും എടുത്തു. തടിയാന്ന് പരാതിയല്ലേ, തീർത്തു തരാം ഞാൻ. അങ്ങനെ മാർക്ക് ആൻഡ് സ്പെൻസറിലും നമ്മൾ കാശൊക്കെ കൊടുത്ത് നമ്മുടെ സാധനങ്ങളൊക്കെ വാങ്ങി. അല്ലെങ്കിലും കാശ് കൊടുക്കാൻ സാധനം വാങ്ങിക്കാൻ പറ്റത്തില്ലല്ലോ അല്ലേ. എന്തൊരു ഊളത്തരം വന്നോർത്തോണേ. അങ്ങനെ ഞാൻ പിന്നെ ഇച്ചിരി റൊമാൻറ്റിക്കായിട്ട് ജസ്റ്റിയുടെ കയ്യിലൊക്കെ പിടിച്ച് നടക്കാമെന്ന് വിചാരിച്ചു. അതല്ലേ ജസ്റ്റ് അങ്ങനെ വലിയ റൊമാൻറ്റിക്കായിട്ടൊന്നും പബ്ലിക് പ്ലേസിൽ കൂടെ നമ്മുടെ കയ്യിലൊന്നും പിടിച്ച് നടക്കാൻ ആഗ്രഹിക്കുന്ന ആളൊന്നുമല്ല. അതിനിടയ്ക്ക് ഞാൻ വാഷ്റൂമിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ജേഡു ഈ ഒരു കടയിൽ കയറി നിൽക്കുന്നുണ്ട്. എനിക്കറിയത്തില്ല ഇമാതിരി കോനാകൃതി സാധനമൊക്കെ ഈ പിള്ളേർക്ക് എന്നാ ഇഷ്ടമാണെന്ന്. ഞാനും ജേഡും കൂടെ വഴക്കുണ്ടാക്കുമ്പോൾ ഞാനത് ഒടിച്ചു കളയും, ജേഡു പിന്നെയും വാങ്ങിക്കും. ഇത് തന്നെ കഴിഞ്ഞ ദിവസം എന്നോട് ആരാണ്ട് ചോദിച്ചു ഈ പിള്ളേരുടെ ഈ ബൊമ്മയും അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇവൻ്റെ ഡൈനോസറിനെയൊക്കെ വെട്ടിക്കളയുന്ന വിഷമമല്ലേന്ന്. ഞാനൊരു കാര്യം പറട്ടെ, നമ്മുടെ ഈ പിള്ളേർ ഈ കുരുത്തക്കേട് കാണിക്കുമ്പോഴേ അതുങ്ങളെ രണ്ട് തല്ലിയാലുണ്ടല്ലോ കുറച്ച് കഴിയുമ്പോൾ വേനെ അങ്ങ് പോകുന്നേ, പിന്നെ നമുക്കും വിഷമോ. ഇതൊക്കെ ആകുമ്പോൾ ഇവർക്ക് ഭയങ്കര പ്രിയപ്പെട്ട സാധനമാണ്. ഇതങ്ങ് വെട്ടിക്കളയുമെന്ന് പറയുവാണെങ്കിൽ ഉണ്ടല്ലോ അങ്ങനെ അങ്ങ് കുരുത്തക്കേട് കാണിക്കല. അതുകൊണ്ടാണ് കേട്ടോ നിങ്ങൾ ഇംഗ്ലീഷുകാരുടെ രീതി കണ്ടിട്ടില്ലേ, അവർക്ക് ഈ തല്ലൽ അത് മീൻസ് ഈ ഫിസിക്കൽ അസോൾട്ട് എന്ന് പറഞ്ഞൊരു സംഭവമില്ല, ഇങ്ങനത്തെ പണിഷ്മെൻ്റ് ഒക്കെയാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഞാനും അത് കൊടുക്കും. എന്നത് ഞാൻ തല്ലത്തില്ലെന്നൊന്നുമല്ല, പൊതുവെ തല്ല് കൊടുക്കുകയും ചെയ്യും കേട്ടോ. ഇത് ഞാൻ വലിയ പ്രൗഡായിട്ടൊന്നും പറയുന്നില്ല. പിന്നെ വരുന്ന വഴിക്ക് ഞങ്ങൾ ആപ്പിൾ സ്റ്റോറിൽ കയറി കേട്ടോ. എൻ്റെ ഫോണിനെ ഇച്ചിരി എന്തോ ഒരു അസ്ക്യത ഈയിടെ. ഇതാ നമ്മുടെ വണ്ടി ഇന്ന് ഞാൻ പറഞ്ഞില്ല ഇന്ന് രാവിലെ ഏതോ കൊണ്ട് ഉറച്ചിട്ട് പോയതാന്നേ. പാർക്കിങ്ങിലിട്ട വണ്ടിയായിരുന്നു. എൻ്റെ ദൈവം ഏത് കാലമാടനാണോ അതെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. എന്നാണല്ലോ ഒരു സുന്ദര കാലമാടൻ തന്നെ ഉരച്ചിട്ട് വിട്ടു പോയിട്ടുണ്ട്. എനിവേ അത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ജസ്റ്റിമോൻ ഇച്ചിരി സാഡായേ. അല്ലെങ്കിൽ ഈ ആളുകൾക്ക് വണ്ടി എന്ന് പറയുന്നത് ഭയങ്കര ഫേവറേറ്റ് ഒരു സാധനം അല്ലേ. എമിറേറ്റ്സ് ഡ്രൈവിംഗ് ലൈസൻസ് എന്നാ വലിയ സ്ഥാപനമാണെന്ന് വെച്ച് നോക്കിയേ ഉണ്ടോ. നമ്മൾ രണ്ടുപേരും കൂടെ പോയേ. നീ എന്റെ വയറ്റിലുണ്ടായിരുന്ന ഒരൊറ്റ കാരണത്താൽ എന്നെ ഇതുവഴി തന്നെ ഓടിക്കാൻ അവര് വിട്ടിട്ടുമില്ല. എപ്പോഴും കൂടെ ഒരു ഇൻസ്ട്രക്ടർ കാണും. ബിക്കോസ് കുഞ്ഞാപ്പൂവിന്റെ സേഫ്റ്റി അവരുടെ ഇമ്പോർട്ടന്റ് ആണെന്ന് എന്നോട് പറഞ്ഞു. 2 ബിൽഡിംഗ് ഉണ്ടല്ലേ. ഇത് ഞാൻ വരുന്ന വഴിക്ക് നമ്മുടെ എമിറേറ്റ്സ് ഡ്രൈവിംഗ് സ്കൂൾ കാണിച്ച് ജേഡുവിനെ പറഞ്ഞു കൊടുത്താൽ കേട്ടോ. അവിടാണ് നമ്മൾ ഡ്രൈവിംഗ് പഠിച്ച സ്ഥാപനമെന്ന്. അതുകൊണ്ട് ഇവിടെ ഡ്രൈവിംഗ് പഠിക്കാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ എസ്പെഷ്യലി ലേഡീസിനോടാണ് ഞാൻ ഈ പറയുന്നത്, പോയങ്ങ് പഠിച്ചേക്കണമെന്നേ. നമ്മുടെ ആഗ്രഹങ്ങളൊന്നും ഉണ്ടല്ലോ നമ്മൾ പിന്നത്തേനെ വെച്ചേക്കരുത്. പ്രത്യേകിച്ചും കാരണം ഉണ്ടല്ലോ വേറെ ഏത് ആഗ്രഹത്തിനും നമ്മുടെ കെട്ടിയവന്മാർ ഏകദേശം കൂടെ നിൽക്കും. എല്ലാവരുടെയും കാര്യമല്ല കേട്ടോ. പക്ഷെ ഒരുമാതിരിപ്പെട്ട കെട്ടിയവന്മാർ അല്ലെ ആണുങ്ങൾക്കുണ്ടല്ലോ നമ്മൾ പെണ്ണുങ്ങൾ വണ്ടി എടുക്കുന്ന അത്ര വലിയ താല്പര്യമില്ല. ഒന്ന് അവരുടെ വണ്ടി നമ്മൾ നശിപ്പിക്കും എന്നുള്ള കാരണം കൊണ്ട്. 2 ഡ്രൈവിംഗ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു വണ്ടി വാങ്ങിച്ചു തരണ്ടേ, അതുകൊണ്ട്. പിന്നെ 3 നമ്മളിപ്പോൾ അവരെക്കാൾ ഇച്ചിരി വലിയ ആളാകുമോ എന്നൊരു ചെറിയ കുശുമ്പില്ലായില്ലെന്ന് തോന്നുന്നു. ഇത് കേൾക്കുമ്പോൾ എനിക്കറിയാം എന്നെ നിങ്ങൾ പൊങ്കാലയിടുമെന്ന് കുറച്ച് പേരെങ്കിലും. പക്ഷേ സത്യമല്ലെന്ന് നിങ്ങൾ തന്നെ പറ. അങ്ങനെ കുറച്ച് ആൾക്കാരും ഉണ്ടെന്നേ. നമ്മുടെ കെട്ടിയവന്മാർ നമ്മളെ പല കാര്യങ്ങളിലും എൻകറേജ് ചെയ്യിപ്പിക്കും. പക്ഷേ ഡ്രൈവിംഗ് പഠിക്കുന്ന കാര്യം പറയുമ്പം ചിലർ പറയും ഓ എന്നാ ഡ്രൈവിംഗ് പഠിക്കാനാ ഞാനില്ലടിയെന്ന്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ കേട്ടോ. അതുകൊണ്ട് ഡ്രൈവിംഗ് പഠിക്കാൻ ആഗ്രഹമുള്ള പെൺകുട്ടികളോടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ആദ്യം എടുക്കേണ്ട ഒരു സാധനം ഡ്രൈവിംഗ് ലൈസൻസാണ്. നമ്മുടെ ജീവിതത്തിൽ വേണ്ട ഒരു സാധനം. അത് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് വരുന്നൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ,
അതൊന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ല, നമ്മൾ എവിടെയെങ്കിലും പോകണം, നമ്മൾ ആരെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യണം? നമ്മുടെ കെട്ടിയവനെ ഡിപ്പെൻഡ് ചെയ്യണം, നമ്മുടെ അപ്പനെ ഡിപ്പെൻഡ് ചെയ്യണം, നമ്മുടെ ബ്രദറിനെ ഡിപ്പെൻഡ് ചെയ്യണം, അതല്ല നമ്മുടെ മക്കളെ ഡിപ്പെൻഡ് ചെയ്യണം. ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? ഈ ഒരു സാധനം കാര്യമുണ്ടേ നമുക്ക് എവിടെയെങ്കിലും പോകണം, അങ്ങ് പോയാൽ മതി എന്നേ, വണ്ടി എടുക്കുക. നമ്മൾ ഓരോ കാര്യത്തിനും ആരെയും ഡിപ്പെൻഡ് ചെയ്യരുതെന്നാണ് എൻ്റെ ഒരു പോളിസി. അത് ഡ്രൈവിങ്ങിനായിക്കോട്ടെ, നമുക്ക് എന്താ പറയുന്നത്, കാശിൻ്റെ ആവശ്യങ്ങൾക്കായിക്കോട്ടെ, എന്തിനാണേലും പെണ്ണുങ്ങൾ സ്വന്തം കാലിൽ നിൽക്കാൻ പര്യാപ്തരായിരിക്കണം. അതും പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത്. അതിന് നമ്മൾ റോൾ മോഡലാക്കേണ്ടത് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ UAE ലേഡീസിനെ കേട്ടോ. അവരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ മറ്റുള്ള കൺട്രീസിലേക്കാൾ ഏറ്റവും കൂടുതൽ ആണുങ്ങളെപ്പോലെ തന്നെ ഈക്വലി ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള പെണ്ണുങ്ങളുള്ള രാജ്യം UAE ആണെന്ന് തോന്നുന്നു. അല്ല യൂറോപ്യൻ കൺട്രീസ് ഒന്നും അല്ല, എനിക്ക് ഉറപ്പാണ്. കാരണം UAE ആണുങ്ങളെപ്പോലെ തന്നെ ഈക്വലി പെണ്ണുങ്ങളും വണ്ടി ഓടിക്കുന്നുണ്ട്, എല്ലാവരും തന്നെ. നമ്മുടെ നാട്ടിലുള്ളൂ നമ്മൾ വണ്ടിയൊക്കെ എടുത്ത് പോകുമ്പോൾ ഒരു പെണ്ണാണ് ഓടിക്കുന്നതെങ്കിൽ ആണുങ്ങൾക്ക്, എല്ലാവരുടെയും കാര്യമല്ല എഗെയിൻ ഞാൻ പറയുന്നു, പക്ഷെ കുറച്ച് പേർക്ക് ഒരു ലേഡിയാ വണ്ടി ഓടിക്കുന്നെങ്കിൽ നമ്മളെങ്ങാനും അവർ ഓവർടേക്ക് ഒക്കെ ചെയ്യുവാനായിട്ടല്ലോ അവർക്ക് ഇഷ്ടപ്പെടുകയല്ലെന്നേ. അതല്ലെങ്കിൽ നമ്മൾ എന്താ പറയുന്നത്, നമ്മൾ ഓൺ അടിക്കുമോ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ട് കുറേ പേർക്ക് നാട്ടിൽ കേട്ടോ. ഇവിടുത്തെ കാര്യമല്ല പറയുന്നത്, പക്ഷേ ഇവിടെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇവിടെ നമ്മൾ ലേഡീസ് വണ്ടി ഓടിക്കുമ്പം ആണുങ്ങൾക്ക് അങ്ങനത്തെ എക്സ്പ്രഷനൊക്കെ, അല്ല നമ്മൾ ഓവർടേക്ക് ചെയ്യുവാണെങ്കിലോ, അതല്ല നമ്മൾ ഫാസ്റ്റ് ട്രാക്കിൽ പോകണം, ഒരു പെണ്ണാണല്ലോ പോകുന്നത് എന്നാൽ അവളെ കയറ്റി വെട്ടിച്ച് കളയാം, അങ്ങനത്തെ ചിന്തയൊന്നും ഇവിടെ ഇല്ല. പക്ഷെ നാട്ടിൽ ഇപ്പോൾ കുറേയൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. ആദ്യമൊക്കെ നമ്മളിങ്ങനെ പെണ്ണുങ്ങളാ വണ്ടി ഓടിക്കുന്നെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഒത്തിരി മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ എന്നാലും ഉണ്ട് എന്നിട്ട് ഞാൻ നാടിനെ അടിച്ച് ആക്ഷേപിക്കുന്നൊന്നും അല്ല കേട്ടോ. പക്ഷേ അല്ല നിങ്ങൾ പറ ഇല്ലെന്ന്, പെൺകുട്ടികൾ കമൻറ്റ് ചെയ്യുക. എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഞാൻ പറയുന്നത്. പക്ഷേ ഇപ്പം നമ്മുടെ ന്യൂജൻ വന്നപ്പോൾ ഒത്തിരി മാറ്റമുണ്ട് കേട്ടോ. അവർക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, എല്ലാം നല്ല സ്റ്റൈല് പിള്ളേർ. എന്നിട്ട് പഴയ ആൾക്കാരെല്ലാം മോശമാണെന്നൊന്നുമല്ല കേട്ടോ. ആ കൂട്ടത്തിൽ ഒത്തിരി നല്ല ആൾക്കാരുണ്ട്, എന്നാലും ഇച്ചിരി ചൊറിയുള്ള ആൾക്കാരുമുണ്ട് എന്നേ ഞാൻ ഉപദേശിച്ചേ എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ചില സമയത്ത് ചില വാക്ക് കിട്ടാൻ ഞാൻ പെടുന്നൊരു പാട്. എനിവേ അങ്ങനെ ഞങ്ങളുടെ ഷോപ്പിങ്ങും സംഭവങ്ങളും എല്ലാം കഴിഞ്ഞ് നമ്മൾ വീടെടുക്കാറായേ. എന്തോ ഇത്ര അമ്മയെ വിളിക്കാനായിട്ട് ഇപ്പൊ ആ റോഡ് സൈഡിൽ നിന്നൊക്കെ നേരത്തെ കയറിയാണല്ലോ. ഈ വണ്ടി അങ്ങോട്ട് ഇറക്കി വിടും കേട്ടോ. പിന്നെ ഇത് അപ്പണ് വണ്ടി അല്ല, പിന്നെ വണ്ടി യൂട്ടേൺ എടുക്കുമ്പോ ഞാൻ പിന്നെ എന്നെയുണ്ട് യൂട്ടേൺ ഒക്കെ എടുക്കുമ്പോ അതാ വണ്ടിയിൽ ഇരിക്കുന്നവരെ അറിയരുത്. അതാണ് ഒരു ഡ്രൈവറിന്റെ കഴിവ്. കണ്ണടച്ചിരുന്ന തല ഇറങ്ങും. ഇതാ ഞാൻ പറഞ്ഞത്, നമ്മളെ തളർത്താൻ പലരും കാണും, പക്ഷെ നമ്മൾ വീടെടുത്ത്. അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കൂടുക. അപ്പൊ ശരി എന്നാ പോയച്ചു വരാം.